അടുത്ത സെക്ഷനാണ് സെക്ഷൻ 127. 127 ആണ് ലാസ്റ്റ് സെക്ഷൻ. നിങ്ങളുടെ ഡിവിഡൻറ്റിൻ്റെ പോർഷൻ്റെ ആ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് സെക്ഷനാണ്. ഈ സെക്ഷനകത്ത് പണിഷ്മെൻ്റാണ് പറയുന്നത്. എന്തിൻ്റെ പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞാൽ, ഡിവിഡൻറ്റ് ഡിക്ലെയർ ചെയ്തിട്ട് ഒരു സമയപരിധി ഉണ്ട് കൊടുത്തു തീർക്കാൻ. ആ സമയപരിധിക്കുള്ളിൽ കൊടുത്തു തീർത്തില്ലെങ്കിൽ ആർക്കൊക്കെ പെനാൽറ്റി വരും, എത്രയൊക്കെയാണ് പണിഷ്മെൻറ്റ് വരും, അത് എന്തൊക്കെയാണ് ആ പണിഷ്മെൻറ്റ്, ആർക്കൊക്കെയാണ് ആ പണിഷ്മെൻറ്റ് വരുന്നത് എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 127. പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോ. കമ്പനി ഡിവിഡൻറ്റ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ, AGMൽ മെമ്പേഴ്സ് ഡിവിഡൻറ്റ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ കൊടുത്തു തീർക്കണം. അതായത് ഒന്നെങ്കിൽ ഡിവിഡൻറ്റ് വാറൻറ്റോ ചെക്കോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്കലി ട്രാൻസ്ഫറോ ഒക്കെ ചെയ്തിരിക്കണം. എത്ര ദിവസത്തിനുള്ളിൽ? 30 ദിവസത്തിനുള്ളിൽ. അപ്പോൾ ഡിവിഡൻറ്റ് വാറൻറ്റ് കത്തായിട്ടങ്ങ് അയച്ചു കൊടുത്താൽ മതി, ചെക്ക് കത്തായിട്ടങ്ങ് അയച്ചു കൊടുത്താൽ മതി. ഈ 30 ദിവസത്തിനുള്ളിൽ അയച്ചു കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ 30 ദിവസത്തിനുള്ളിൽ വേണം ഇത് കൊടുത്തു തീർക്കാൻ എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഈ ടൈം പീരീഡിൽ പറയുന്നത്. ക്ലിയർ ആയോ? അപ്പം ടൈം പീരീഡ് എങ്ങനെയാണ്? ഡിവിഡൻറ്റ് ഡിക്ലെയർ ചെയ്തതിന് ശേഷം 30 ദിവസത്തിനുള്ളിൽ ഒന്നെങ്കിൽ ഇലക്ട്രോണിക്കലി ട്രാൻസ്ഫർ ചെയ്യണം, അല്ലെങ്കിൽ ചെക്ക് പോസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഡിവിഡൻറ്റ് വാറൻറ്റ് പോസ്റ്റ് ചെയ്യണം. ഈ 30 ദിവസത്തിനുള്ളിൽ ചെയ്തില്ലെങ്കിലാണ് ഈ പെനാൽറ്റി, ഈ സെക്ഷനിൽ പറയുന്ന പണിഷ്മെൻറ്റും പെനാൽറ്റിയൊക്കെ വരുന്നത്. ക്ലിയർ ആയോ? ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത്, ഡിവിഡൻറ്റ് വാറൻറ്റ് 30 ദിവസത്തിനുള്ളിൽ തന്നെ പോസ്റ്റ് ചെയ്തു, പക്ഷേ അത് എത്തിയത് 60 ദിവസം കഴിഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞ് കമ്പനിക്ക് എന്തെങ്കിലും പെനാൽറ്റി ഉണ്ടോ? ഇല്ല. കാര്യം 30 ദിവസത്തിനുള്ളിൽ തന്നെ പോസ്റ്റ് ചെയ്തു. പിന്നെ ഇന്ത്യൻ പോസ്റ്റൽ സർവീസിൻ്റെ പ്രശ്നങ്ങൾ കാരണമാണ് അത് താമസിച്ചത്. അപ്പോൾ ഇവിടെ കമ്പനിക്ക് എന്തെങ്കിലും തെറ്റുണ്ടോ? ഇല്ല. കമ്പനി ചെയ്യാനുള്ളത് 30 ദിവസത്തിനുള്ളിൽ ചെയ്യണമെന്നാണ്, അത് ചെയ്യുകയും ചെയ്തു. ബാക്കി ഉണ്ടായ പ്രശ്നം അത് കമ്പനിയുടെ ഭാഗത്തുള്ള തെറ്റല്ല, അതുകൊണ്ട് കമ്പനിക്ക് പണിഷ്മെൻറ്റ് കിട്ടില്ല. ക്ലിയർ ആകുന്നുണ്ടോ? അപ്പോൾ പണിഷ്മെൻറ്റ് ഫോർ ഫെയിലിയർ ടു ഡിസ്ട്രിബ്യൂട്ട് ഡിവിഡൻസ് വിത്തിൻ 30 days ആണ് സെക്ഷൻ 127. സെക്ഷൻ 127 ഓഫ് ദി ആക്ട്, അതായത് പേജ് നമ്പർ 8.18, ഐ എം റീഡിംഗ്. സെക്ഷൻ 127 ഓഫ് ദി ആക്ട് contains time limit for distribution of dividends and punishment for failure to distribute dividend on time. Certain exemptions from punishment are also provided. ആ exemptions എന്താണെന്ന് കുറച്ച് നേരം കഴിയുമ്പോൾ പറഞ്ഞുതരാം. Time limit for distribution of dividends. In case of a company declares dividend, it must be paid or the dividend warrant thereof must be posted within 30 days from the date of declaration of dividend to the entitled shareholders. Posting of dividend warrant within 30 days absolves, എന്ന് വെച്ചാൽ വിമുക്തനാക്കും, the company from any punishment irrespective of whether it is received by the shareholder concerned with this time or not. The offence is committed only when the company fails to post dividend warrants at the registered address of the members within 30 days of declaration. അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. നോൺ റിസീറ്റ് ഓഫ് ഡിവിഡൻഡ് വാറൻറ്റ്സ് ബൈ ദ ഷെയർ ഹോൾഡേഴ്സ് വിത്തിൻ ദ പ്രിസ്ക്രൈബ്ഡ് ടൈം ഡസ് നോട്ട് അട്രാക്ട് എനി പണിഷ്മെൻറ്റ്. അല്ലേ? 30 ദിവസത്തിനുള്ളിൽ അത് പോസ്റ്റ് ചെയ്താൽ മതി, അത് അവർ കൈപ്പറ്റണമെന്നൊന്നുമില്ല 30 ദിവസത്തിനുള്ളിൽ ഡിവിഡൻഡ് വാറൻറ്റ്. ക്ലിയർ ആയോ? ഇനി പണിഷ്മെൻറ്റ് എന്താണ്? ഈ 30 ദിവസത്തിനുള്ളിൽ ചെയ്തില്ലെങ്കിൽ പണിഷ്മെൻറ്റ് 2 പേർക്ക് വരും. ഒന്ന് കമ്പനിക്കും വരും, പിന്നെ എവരി ഡയറക്ടർ ഓഫ് ദ കമ്പനിക്കും വരും. അപ്പോൾ എത്ര ഡയറക്ടേഴ്സ് ഉണ്ടോ കമ്പനിയിൽ അവർക്ക് എല്ലാവർക്കും ഡിവിഡൻറ്റ് 30 ദിവസത്തിനുള്ളിൽ കൊടുത്തില്ലെങ്കിൽ ഒരു പണിഷ്മെൻറ്റ് വരും. എന്താണ് പണിഷ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ, അവർക്ക് വേണമെങ്കിൽ മാക്സിമം 2 വർഷം വരെ ഇംപ്രിസൺമെൻറ്റ്, അതായത് അകത്ത് കിടക്കാം. ക്ലിയർ ആകുന്നുണ്ടോ? അത് കൂടാതെ, ഈ ഇംപ്രിസ്മെൻറ്റ് കൂടാതെ അവർ എല്ലാ ദിവസവും ഈ ഡിവിഡൻറ്റ് കൊടുക്കാതെ ഡിഫോൾട്ട് കണ്ടിന്യൂ ചെയ്യുന്ന 30 ദിവസം കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്യുന്ന എല്ലാ ദിവസത്തിനും അവർ പെർ ഡേ 1000 rupees വെച്ച് കൊടുക്കണം. ക്ലിയർ ആയോ? ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. 30 ദിവസത്തിനുള്ളിൽ പേയ്മെൻറ്റ് മേക്ക് ചെയ്യണമെന്നാണല്ലോ, 30 ദിവസത്തിനുള്ളിൽ കൊടുത്തു തീർക്കണമെന്നാണല്ലോ. 40 ദിവസമായിപ്പോയി, അതായത് 10 ദിവസം എക്സ്ട്രാ ആയിപ്പോയി. എന്നാൽ എന്തായിരിക്കും പണിഷ്മെൻറ്റ്? ഈ 10 ദിവസത്തേക്ക് 10 ദിവസം വരെ ഈ ഡിഫോൾട്ട് കണ്ടിന്യൂ ചെയ്തില്ലേ, അപ്പോൾ ഓരോ ദിവസവും 1000 രൂപ വെച്ച് കൊടുക്കണം. അപ്പോൾ 10 × 1000 വരും. ഇനി എവറി ഡയറക്ടേഴ്സിന് കൊടുക്കണം. നമ്മളെ കമ്പനിയിൽ 10 ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിൽ 10 ഡയറക്ടേഴ്സ് ഇൻറ്റു 10 ദിവസം ഇൻറ്റു 1000 രൂപ പെർ ഡേ കൊടുക്കണം. അപ്പോൾ എത്ര പെനാൽറ്റി വരും? 10 × 1000 × 10, അതായത് 10345, 5 zeros. അപ്പം എത്രയാണ്? 10,000 രൂപ വരും അല്ലേ? 10,000 രൂപ വരത്തില്ലേ? വരും. അപ്പം അത്രയും രൂപ കൊടുക്കേണ്ടി വരും. ആര്? എല്ലാ ഡയറക്ടേഴ്സും. 1 ലക്ഷം രൂപ വരും. ഒരു 0 വിട്ട് പോയി, 1 ലക്ഷം രൂപ വരും. അപ്പോൾ അത്രയും രൂപ കൊടുക്കേണ്ടി വരും. ഓക്കെ എന്ന് പറയുന്ന പെനാൽറ്റി പ്രൊവിഷനാണ് ആദ്യത്തത്. ആർക്ക്? എല്ലാ ഡയറക്ടേഴ്സിനും. ഇനി കമ്പനിക്കും ഒരു പെനാൽറ്റി ഉണ്ട്. ഞാൻ പറഞ്ഞു കമ്പനീസ് ആക്ടിൽ പെനാൽറ്റി വരുന്നത് എങ്ങനെയൊക്കെയാണ്? 2 വ്യക്തികൾക്ക് വരും. ഒന്ന് കമ്പനിയുടെ കമ്പനീൻ്റെ അകത്ത് പ്രവർത്തിക്കുന്ന ഓഫീസേഴ്സിനും ഡയറക്ടേഴ്സിനും പെനാൽറ്റി വരും. അതുകൂടാതെ കമ്പനി എന്ന് പറഞ്ഞ വ്യത്യസ്ത വ്യക്തിക്കും പെനാൽറ്റി വരും. കമ്പനിയുടെ പെനാൽറ്റി എന്ന് പറയുന്നത് ഈ 30 ദിവസത്തിനുള്ളിൽ പേയ്മെൻറ്റ് മേക്ക് ചെയ്തില്ലെങ്കിൽ, അതായത് ഡിവിഡൻറ്റ് കൊടുത്തു തീർത്തില്ലെങ്കിൽ, കൊടുത്തു തീർക്കാതെ വെച്ചിരിക്കുന്ന ഓരോ ആ ഡിലേ വരുന്ന ടൈം പീരീഡിനും 18% പെർ ആനം ഇൻട്രസ്റ്റ് സഹിതം വേണം ഇനി ഡിവിഡൻറ്റ് കൊടുക്കാൻ. അപ്പോൾ കമ്പനിയുടെ ലയബിലിറ്റി എങ്ങനെയാണ്?
18% പെർ ആനം ഇൻട്രസ്റ്റ് കൊടുക്കണം. ആർക്ക്? ഷെയർ മെമ്പേഴ്സിന് ഡിവിഡൻഡ് ഇനി കൊടുക്കുമ്പം ഈ 18% ഇൻട്രസ്റ്റ് സഹിതം കൊടുക്കേണ്ടി വരും കമ്പനി. ക്ലിയർ ആയോ? അപ്പോൾ പണിഷ്മെൻറ്റ് ഫോർ ഫെയിലിയർ 2 പേർക്കുണ്ട്, എല്ലാ ഡയറക്ടേഴ്സിനും വരും, അതുകൂടാതെ കമ്പനിക്ക് വരും. ഡയറക്ടേഴ്സ് എങ്ങനെ വരുമെന്ന് അറിയാം, കമ്പനിക്ക് എങ്ങനെ വരുമെന്ന് അറിയാം. ഞാൻ ഇനി വായിക്കാൻ പോയാണ് പണിഷ്മെൻറ്റ് ഫോർ ഫെയിലിയർ. ഇൻ കേസ് എ കമ്പനി ഫെയിൽസ് ടു പേ ഡിക്ലെയർഡ് ഡിവിഡൻസ് ഓർ ഫെയിൽസ് ടു പോസ്റ്റ് ഡിവിഡൻഡ് വാറൻറ്റ്സ് വിത്തിൻ 30 days ഓഫ് ഡിക്ലറേഷൻ, ഫോളോയിങ് പണിഷ്മെൻറ്റ്സ് ആർ ആപ്ലിക്കബിൾ. Every director of the company shall be punishable with imprisonment maximum up to 2 years. അപ്പോൾ മാക്സിമം 2 വർഷം വരെ എല്ലാ ഡയറക്ടേഴ്സിനും അകത്ത് കിടക്കാം. ഇഫ് ഹി ഈസ് നോയിങ്ലി എ പാർട്ടി ടു ദ ഡിഫോൾട്ട്. അപ്പം ഇങ്ങനത്തെ ഒരു തെറ്റ് വരുത്തിക്കുന്നുണ്ട് കമ്പനി എന്ന് അറിയുന്ന ഒരു ഡയറക്ടർ ആണെങ്കിൽ ഉറപ്പായിട്ട് പോകും. 2 വർഷം വരെ വേണമെങ്കിൽ മാക്സിമം അകത്ത് കിടക്കാം. അത് കൂടാതെ ഫർദർ ഹി ഷാൽ ഓൾസോ ബി ലയബിൾ ടു പേ എ മിനിമം ഫൈൻ ഓഫ് ₹1000 ഫോർ എവറി ഡേ ഡ്യൂറിങ് വിച്ച് സച്ച് ഡിഫോൾട്ട് കണ്ടിന്യൂസ്. ക്ലിയർ ആയോ? അതുകൂടാതെ കമ്പനിക്ക് ഒരു പെനാൽറ്റി ഉണ്ട്. എന്താണ്? ദ കമ്പനി ഷാൽ ബി ലയബിൾ ടു പേ സിമ്പിൾ ഇൻട്രസ്റ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 18% പെർ ആനം ആണ്. അപ്പോൾ 10 ദിവസം 18% കൊടുക്കണമെന്നല്ല, 10 ദിവസത്തെ 18% ഡിവൈഡ് ബൈ മറ്റേ 365 ഡേയ്സ് ചെയ്തിട്ട് ഇൻറ്റു 10 ഡേയ്സേ ചെയ്യാവൂ. അപ്പോൾ 10 ദിവസം ഇൻട്രസ്റ്റ് കൊടുത്താൽ മതി കേട്ടോ. പക്ഷേ 18% ആണ് 10 ദിവസം ഇൻട്രസ്റ്റ് കൊടുക്കണം. ക്ലിയർ ആയോ? ഇനി ഈ എക്സംഷൻ, അതായത് ഈ പണിഷ്മെൻറ്റിൽ നിന്ന് വേണമെങ്കിൽ ഈ പണിഷ്മെൻറ്റ് കിട്ടാതിരിക്കാൻ വേണമെങ്കിൽ കമ്പനിക്ക് എപ്പോഴാണെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കേസുകളിലൊന്നും പണിഷ്മെൻറ്റ് വരത്തില്ല കമ്പനിക്ക്, ഇൻസ്പൈറ്റ് ഓഫ് നോട്ട് പേയിങ് ഓഫ് ദ ഡിവിഡൻഡ് വിത്തിൻ 30 days. അതായത് 30 ദിവസമായിട്ടും കമ്പനി ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് കൊടുത്തില്ല. പക്ഷേ ഇങ്ങനത്തെ ചില സാഹചര്യങ്ങൾ ഉള്ളത് കാരണമാണ് കമ്പനി കൊടുക്കാത്തതെങ്കിൽ എന്നാൽ കമ്പനിക്ക് പെനാൽറ്റി വരത്തില്ല എന്ന് പറയുന്ന പോർഷനാണ് ഈ എക്സംഷൻ ഫ്രം പണിഷ്മെൻറ്റ് നടക്കുന്നത്. കണ്ടോ? അണ്ടർ ദ ഫോളോയിങ് കേസസ് വേർ ദ കമ്പനി ഹാസ് ഫെയിൽഡ് ടു പേ ഡിക്ലെയർഡ് ഡിവിഡൻഡ് വിത്തിൻ 30 days ഓഫ് ഡിക്ലറേഷൻ, നോ ഒഫൻസ് ഷാൽ ബി ഡീംഡ്. ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തതായിട്ട് കണക്കൂട്ടത്തില്ല, ടു ഹാവ് ബീൻ കമ്മിറ്റഡ് ആൻഡ് ദെയർഫോർ നോ പണിഷ്മെൻറ്റ് ഇസ് അട്രാക്റ്റഡ്. അതായത് പണിഷ്മെൻറ്റ് വരത്തില്ല. ഇങ്ങനത്തെ ചില സാഹചര്യങ്ങൾ സംഭവിച്ചത് കാരണമാണ് 30 ദിവസത്തിനുള്ളിൽ കൊടുക്കാൻ പറ്റാതായിപ്പോയത്. ആദ്യത്തെ കാരണം പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോ. ഒരു മെമ്പർ ഉണ്ടായിരുന്നു. ഈ മെമ്പറിനാണ് ഡിവിഡൻഡ് കിട്ടാനുള്ള അവകാശമുള്ളത്. ആ മെമ്പർ മരിച്ചുപോയ ഒരു മെമ്പറാണെങ്കിൽ ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റുമോ കമ്പനിക്ക്? ഇല്ല. അപ്പോൾ ആ മെമ്പറിൻ്റെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവിന് വേണം ഇനി കിട്ടാനുള്ള അവകാശം ഉള്ളത്. പക്ഷേ കമ്പനിക്ക് ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ആരാന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഈ ഒരു പ്രശ്നം കാരണം 30 ദിവസത്തിനുള്ളിൽ ലീഗൽ റെപ്രസെൻറ്റേറ്റീവിനെ കണ്ടുപിടിക്കാൻ പറ്റാത്തത് കൊണ്ട് കൊടുക്കാൻ പറ്റിയില്ല. എന്നാൽ അവിടെ കമ്പനിക്ക് വല്ലതും തെറ്റുണ്ടോ? ഇല്ല. കാര്യം ഇത് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇത് ഓപ്പറേഷൻ ഓഫ് ലോ ആണ്. ഓപ്പറേഷൻ ഓഫ് ലോ എന്ന് പറഞ്ഞാൽ നിയമം തന്നെ നിങ്ങളെ രക്ഷിച്ചു. അതായത് ഒരു വ്യക്തി മരിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്കുള്ള എല്ലാ വസ്തുക്കളും ഇനി കിട്ടാൻ ആർക്കാണ് അവകാശം? ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്. നിയമപ്രകാരം അങ്ങനെയല്ലേ? അപ്പോൾ ഈ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ആരാന്ന് കണ്ടുപിടിക്കാനുള്ള പ്രശ്നം കാരണമാണ് ഈ 30 ദിവസത്തിനുള്ളിൽ കൊടുക്കാൻ പറ്റാതെ ആയിപ്പോയത് കമ്പനിക്ക്. അതുകൊണ്ട് ഡ്യൂ ടു ഓപ്പറേഷൻ ഓഫ് ലോ ദിസ് പെർട്ടിക്കുലർ ഡിവിഡൻഡ് കുഡ് നോട്ട് ബി പെയ്ഡ്. അതാണ് ഫസ്റ്റ് എക്സംഷൻ ഈ പണിഷ്മെൻറ്റ് കിട്ടാതിരിക്കാൻ കമ്പനിക്ക്. വേർ ദ ഡിവിഡൻഡ് കുഡ് നോട്ട് ബി പെയ്ഡ് ബൈ റീസൺ ഓഫ് ദി ഓപ്പറേഷൻ ഓഫ് എനി ലോ. ബ്രാക്കറ്റിൽ ഇഫ് എ മെമ്പർ ഡൈസ് വിത്തൗട്ട് മെൻഷനിങ് ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് എന്ന് വേണമെങ്കിൽ ബ്രാക്കറ്റ് എഴുതിക്കോ. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ പറഞ്ഞു മെമ്പറിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? എൻ്റെ ഡിവിഡൻഡ് എൻ്റെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ നിർദ്ദേശം കൊടുക്കാം. ബാങ്ക് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ്, അതായത് ബാങ്ക് അക്കൗണ്ട് നമ്പർ, ബ്രാഞ്ച്, ബാങ്ക് ഏതാണ്, IFSC കോഡ്, ഇതെല്ലാം ആർക്ക് കൊടുക്കണം? കമ്പനിക്ക് കൊടുക്കണം. കൊടുത്തപ്പോഴത്തേക്ക് അക്കൗണ്ട് നമ്പറിൽ ഏതോ ഒരു 2 അക്കം വിട്ടുപോയി. അപ്പോൾ അക്കൗണ്ട് നമ്പർ ഇൻകംപ്ലീറ്റ് ആയിരുന്നു. അപ്പം നമ്മളെ കമ്പനി ഡിവിഡൻഡ് ട്രാൻസ്ഫർ ചെയ്യാൻ അക്കൗണ്ട് നമ്പറൊക്കെ അടിച്ചു നോക്കിയപ്പോൾ ഇൻവാലിഡ് എന്ന് കാണിക്കുന്നു. കമ്പനി അത് ആ മെമ്പറിനെ അറിയിക്കുകയും ചെയ്തു, നിങ്ങൾ തന്ന അക്കൗണ്ട് നമ്പർ തെറ്റാണെന്ന്. പക്ഷേ ഈ മെമ്പർ റെസ്പോണ്ട് ചെയ്തില്ല. ആ 30 ദിവസത്തിനുള്ളിൽ അക്കൗണ്ട് നമ്പർ തിരിച്ചു തന്നില്ല. ആ ഒരു പ്രശ്നം കാരണം 30 ദിവസത്തിനുള്ളിൽ ആർക്ക് ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റാതെ ആയിപ്പോയി? കമ്പനിക്ക് ഈ മെമ്പറിന് കൊടുക്കാൻ പറ്റാതെ ആയിപ്പോയി. ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ആരുടെ തെറ്റില്ല? ഈ 30 ദിവസത്തിനുള്ളിൽ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് കമ്പനിക്ക് തെറ്റില്ല എന്നാണ് ബി പോയിന്റിൽ പറയുന്നത്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പ്രശ്നമുള്ള കാര്യം കമ്പനി ആരെ അറിയിച്ചിരിക്കണം? ആ മെമ്പറിനെ അറിയിച്ചിരിക്കണം. അതായത് നിങ്ങൾ തന്ന അക്കൗണ്ട് നമ്പർ അത് തെറ്റാണ് എന്ന് കമ്പനി 30 ദിവസത്തിനുള്ളിൽ അറിയിച്ചിരിക്കണമെന്നാണ്. അപ്പോൾ അറിയിക്കാതിരിക്കുകയാണെങ്കിൽ എന്നാൽ 30 ദിവസത്തിനുള്ളിൽ കൊടുത്തില്ലെങ്കിൽ കമ്പനിക്ക് പെനാൽറ്റി വരും. ക്ലിയർ ആയോ? അപ്പം ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. 30 ദിവസത്തിനുള്ളിൽ തന്നെ അത് അറിയിക്കണം. നിങ്ങൾ തന്ന നിർദ്ദേശം പ്രകാരം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്ന് 30 ദിവസത്തിനുള്ളിൽ തന്നെ അങ്ങനെ അറിയിച്ചിരിക്കണം ആ മെമ്പറിനെ. അത് ചെയ്തില്ലെങ്കിൽ പെനാൽറ്റി വരും. ഇല്ലെങ്കിൽ ഇത് കമ്പനിയുടെ കുറ്റമല്ല. തേർഡ് പോയിന്റ്, വേറെ ഷെയർ ഹോൾഡർ ഹാസ് ഗിവൻ ഡയറക്ഷൻസ് ടു ദ കമ്പനി റിഗാർഡിംഗ് പേയ്മെൻറ്റ്സ് ഓഫ് ഡിവിഡൻഡ് and those directions cannot be complied with and the same has been communicated
ടു ഹിം കിടക്കുന്നുണ്ടോ? അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചു കേട്ടോ. ആർക്ക് ഡിവിഡൻഡ് കൊടുക്കണമെന്ന് ഇപ്പോഴും കമ്പനിക്ക് ഉറപ്പില്ല, ഒരു ഡിസ്പ്യൂട്ട് ഉണ്ട്. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞില്ലേ, ഡാനി സാറിന് ഞാൻ 3000 ഷെയർസ് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ ഇനി ഡാനി സാറിനാണ് കിട്ടാനുള്ളത്, പക്ഷേ അത് ഡിസ്പ്യൂട്ടഡ് ആയിട്ട് കിടക്കുക. കാര്യം എന്താ? അത് പെൻഡിങ് രജിസ്ട്രേഷനാണ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണെങ്കിൽ ഈ പൈസ കൊടുക്കാതിരിക്കുക, 30 ദിവസത്തിനുള്ളിൽ തന്നെ കൊടുക്കണമെന്നുള്ളത് കൊടുക്കാതിരിക്കുക. അങ്ങനെ കൊടുക്കാതിരുന്നെന്ന് പറഞ്ഞിട്ട് കമ്പനിക്ക് പെനാൽറ്റി വരത്തില്ല. കാര്യം എന്താ? ആർക്കാണോ ഡിവിഡൻഡ് കിട്ടാനുള്ള റൈറ്റ് ഉള്ളത് അതിൽ ഡിസ്പ്യൂട്ട് ഉണ്ട്. കമ്പനിക്ക് ആർക്ക് കൊടുക്കണമെന്ന് വ്യക്തമായിട്ട് അറിയത്തില്ല. അതുകൊണ്ടാണ് ഈ 30 ദിവസത്തിനുള്ളിൽ കൊടുക്കാത്തത്. ദർ ഇസ് എ ഡിസ്പ്യൂട്ട് റിഗാർഡിംഗ് ദ റൈറ്റ് ടു റിസീവ് ദ ഡിവിഡൻഡ്. ക്ലിയർ ആയോ? ഇനി പറയുന്നത് ശ്രദ്ധിച്ചേട്ടോ. സെറ്റ് ഓഫ് ചെയ്യുക, നെറ്റ് ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയാലോ. അതായത് ആരാണ് ആർക്ക് ഡിവിഡൻഡ് കൊടുക്കേണ്ടത്? കമ്പനിയാണ് 30 ദിവസത്തിനുള്ളിൽ മെമ്പറിന് ഡിവിഡൻഡ് കൊടുക്കാനുള്ളത്. ഇനി പറയുന്നത് ശ്രദ്ധിച്ചേട്ടോ. ചിലപ്പോൾ മെമ്പറിന് കമ്പനിക്ക് അങ്ങോട്ട് വല്ലതും പൈസ കൊടുക്കേണ്ടി വരും. എപ്പോഴൊക്കെയെന്ന് വെച്ചാൽ ചിലപ്പോൾ മെമ്പർ ഒരു ഡെറ്റർ ആയിരിക്കും കമ്പനിയുടെ. അപ്പം അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മളുടെ മെമ്പർ നമ്മളുടെ കമ്പനിയുടെ കയ്യിൽ നിന്ന് തന്നെ എന്തോ സാധനങ്ങൾ മേടിച്ചു, കടത്തിന് മേടിച്ചാൽ ഇനി ആർക്ക് കാശ് കൊടുക്കണം? നമ്മളുടെ മെമ്പർ കടത്തിന് മേടിച്ച ആ സാധനത്തിൻ്റെ കാശ് കമ്പനിക്ക് കൊടുക്കണം. ആ കൊടുക്കാനുള്ള കാശ് എന്ന് പറയുന്നത് 50,000 റുപ്പീസാണെന്ന് വിചാരിച്ചോ. അതേ മെമ്പറിന് 40,000 രൂപയുടെ ഡിവിഡൻഡ് കിട്ടാനുള്ള റൈറ്റും ഉണ്ട്. അതായത് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ട് 40,000 രൂപ കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. എന്നാൽ ഇങ്ങോട്ട് കിട്ടാനുള്ള പൈസയും അങ്ങോട്ട് കൊടുക്കാനുള്ള പൈസയും കൂടെ സെറ്റ് ഓഫ് ചെയ്തിട്ട് നെറ്റ് പേയ്മെൻറ്റ് മേക്ക് ചെയ്താൽ മതിയല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ കമ്പനി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ 50,000 അല്ലേ കമ്പനിക്ക് ഇങ്ങോട്ട് മെമ്പറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടാനുള്ളത്, 40,000 അല്ലേ കമ്പനിക്ക് അങ്ങോട്ട് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കാനുള്ളത്. കമ്പനി എന്തെന്ന് വെച്ചാൽ 40,000 രൂപ ഈ ഡെറ്ററിൻ്റെ അതായത് ഇങ്ങോട്ട് കിട്ടാനുള്ള പൈസ ആയിട്ടെങ്കിൽ സെറ്റ് ഓഫ് ചെയ്യും. എന്നിട്ട് നെറ്റ് 10,000 ആകും ഈ മെമ്പർ ഡെറ്ററിൻ്റെ പൈസ കമ്പനിക്ക് ഇങ്ങോട്ട് തരാനുള്ളത്. അപ്പോൾ 30 ദിവസത്തിനുള്ളിൽ കമ്പനി യഥാർത്ഥത്തിൽ പൈസ കൊടുത്തോ എന്ന് ചോദിച്ചാൽ കൊടുത്തു, പക്ഷേ കയ്യോടെയൊന്നും കൊടുത്തില്ല, ഇങ്ങനെ സെറ്റ് ഓഫ് ചെയ്തു. ക്ലിയർ ആകുന്നുണ്ടോ? അതായത് ലോഫുള്ളി അഡ്ജസ്റ്റ് ചെയ്തു എന്നൊക്കെ പറയും. അഡ്ജസ്റ്റ് ചെയ്തു ഈ പൈസ. ക്ലിയർ ആയോ? ആ ഡി പോയിന്റ് കണ്ടോ? വേർ ദ ഡിവിഡൻഡ് ഹാസ് ബീൻ ലോഫുള്ളി അഡ്ജസ്റ്റഡ് ബൈ ദ കമ്പനി അഗെയിൻസ്റ്റ് എനി സം ഡ്യൂ ടു ഇറ്റ് ഫ്രം ദ ഷെയർ ഹോൾഡർ. അത് ലോണാകാം, ഇതുപോലത്തുള്ള കടമാകാം, അതായത് സാധനം മേടിച്ചിട്ടുള്ള കടമാകാം, എന്ത് പൈസയാകാം, ഈ മറ്റേ ഷെയർസിൻ്റെ അരിയേഴ്സ് ആകാം, അരിയർ എമൗണ്ട് ഓഫ് ഷെയർസ് ആകാം, എന്ത് വേണമെങ്കിലും ആകാം. ആ പൈസ കമ്പനിക്ക് കിട്ടാനുള്ള പൈസ ഷെയർ ഹോൾഡറിൽ നിന്ന്. എന്നാൽ കമ്പനി അങ്ങോട്ട് കൊടുക്കാനുള്ള ഡിവിഡൻഡ് ഉപയോഗിച്ചുകൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താൽ 30 ദിവസത്തിനുള്ളിൽ കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് കുറ്റങ്ങളൊന്നും കമ്പനിക്ക് വരത്തില്ല. കാര്യം ഇത് ലോഫുള്ളി അഡ്ജസ്റ്റ് ചെയ്തതാണ്. ക്ലിയർ ആയോ? ഇനി ലാസ്റ്റ് പോയിന്റ്, വേറെ ഏതെങ്കിലും റീസൺ മുഖാന്തരം കമ്പനിക്ക് ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റിയില്ല ഈ 30 ദിവസത്തിനുള്ളിൽ, അത് കമ്പനിയുടെ തെറ്റല്ല. പക്ഷേ ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റില്ല 30 ദിവസത്തിനുള്ളിൽ, പക്ഷേ അത് കമ്പനിയുടെ തെറ്റല്ല, എന്നാൽ കമ്പനിക്ക് ശിക്ഷ വരത്തില്ല. ഇത് കണ്ടോ? വെയർ ഫോർ എനി അതർ റീസൺ ദ ഫെയിലിയർ ടു പേ ഡിവിഡൻഡ് ഓർ ടു പോസ്റ്റ് വാറന്റ് വിത്തിൻ ദ പ്രിസ്ക്രൈബ്ഡ് പീരിയഡ് ഓഫ് 30 days വാസ് നോട്ട് ഡ്യൂ ടു എനി ഡിഫോൾട്ട് ഓൺ ദ പാർട്ട് ഓഫ് ദ കമ്പനി. അപ്പോൾ കമ്പനിയുടെ ഭാഗത്തല്ല തെറ്റ്, പക്ഷേ ഈ 30 ദിവസത്തിനുള്ളിൽ കൊടുത്തില്ല, എന്നാൽ കമ്പനിയുടെ ഭാഗത്ത് തെറ്റുമില്ല, എന്നാൽ കമ്പനിക്ക് പിന്നെ കമ്പനിയുടെ ഡയറക്ടേഴ്സിനും ഈ സെക്ഷൻ പ്രകാരം 127 പ്രകാരമുള്ള ശിക്ഷ വരില്ല. ക്ലിയർ ആയോ? അടുത്ത പേജ് എടുത്തേ, പേജ് നമ്പർ 8.20. അതിനകത്ത് ആ ഡയഗ്രത്തിൽ കൊടുത്തിരിക്കുന്ന ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അത്രയേ ഉള്ളൂ. ഈ എക്സാമ്പിൾ വായിക്കുകയാണെ. മിസ്റ്റർ അലോക് ഹോൾഡിംഗ് ഇക്വിറ്റി ഷെയർസ് ഓഫ് ഫേസ് വാല്യൂ 10 lakhs ഹാസ് നോട്ട് പെയ്ഡ് ₹80,000 ടുവേർഡ്സ് കോൾ മണി ഡ്യൂ ഓൺ ഷെയർസ്. ഓക്കെ, ക്യാൻ ദ ഡിവിഡൻഡ് എമൗണ്ട് പേയബിൾ ടു ഹിം ബി അഡ്ജസ്റ്റഡ് അഗൈൻസ്റ്റ് സച്ച് ഡ്യൂസ്? അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? പൈസ പെൻഡിങ് ആണ്, ആർക്ക് കൊടുക്കണം? മെമ്പർ കമ്പനിക്ക് കൊടുക്കണം. അതേപോലെ മെമ്പറിന് ഡിവിഡൻഡ് കിട്ടാനുള്ള റൈറ്റും ഉണ്ട്. എന്നാൽ വേണമെങ്കിൽ കമ്പനിക്ക് എന്ത് ചെയ്യാം? അത് അഡ്ജസ്റ്റ് ചെയ്യാം, ആണല്ലോ. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞ് 30 ദിവസത്തിനുള്ളിൽ കൊടുത്തില്ല എന്ന് പറഞ്ഞ് പെനാൽറ്റി വരുമോ? ഇല്ല. യെസ്, ആസ് പെർ ക്ലോസ് D ഓഫ് പ്രൊവിഷൻ ടു സെക്ഷൻ 127 വേർ ദ ഡിവിഡൻഡ് ഇസ് ഡിക്ലെയർഡ് ബൈ എ കമ്പനി ആൻഡ് there remains calls in arrears and any other sum due from a member, then the dividend can be lawfully adjusted by the company against such dues. Thus the action of the company adjusting dividend payable to Mr. Alok towards call money due on shares amounting to 80,000 is justified and therefore no punishment is attracted. ഇനി പറയുന്നത് ശ്രദ്ധിച്ചേട്ടോ. നിധി കമ്പനി വീണ്ടും വരെയാണ്. നിധി കമ്പനിയുടെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ ചെറുതായിട്ട് അത് തുടക്കത്തിൽ പറഞ്ഞിരുന്നു. നിധി കമ്പനിയിൽ ഞാൻ പറഞ്ഞില്ലേ, നിധി കമ്പനിയിൽ മെമ്പേഴ്സ് ആക്കുമ്പോൾ ലോൺ കൊടുക്കണമെങ്കിൽ മെമ്പർ ആയിരിക്കണം. അതുകൊണ്ട് ലോൺ അപേക്ഷിച്ച് വരുന്ന എല്ലാവരെയും പിടിച്ച് മെമ്പറാക്കും ഈ നിധി കമ്പനി. ഏതെങ്കിലും ഒരു ഷെയറോ 2 ഷെയറോ വല്ലതും കൊടുക്കും. ഈ ഒരു ഷെയറിൻ്റെ ഡിവിഡൻഡ് എന്ന് പറയുന്നത് ചിലപ്പോൾ 10 രൂപ, 5 രൂപ, 1 രൂപയൊക്കെ ആയിരിക്കും. ഈ 1 രൂപ ഡിവിഡൻഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ കത്തൊക്കെ അയച്ച് ചെക്കൊക്കെ അയച്ച് കമ്പനി പ്രവർത്തിക്കുകയാണെങ്കിൽ കമ്പനിക്ക് ഡിവിഡൻഡ് കൊടുക്കാൻ തന്നെ കുറേ നഷ്ടം വരും. ഡിവിഡൻഡ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് 10 രൂപ, അതിന് ചിലവ് 100 രൂപ. അത് ശരിയാണോ? അല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിധി കമ്പനിയാണ്. നിധി കമ്പനി മെമ്പേഴ്സിന് കൊടുക്കാനുള്ള ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 100 രൂപയാണ്, അല്ലെങ്കിൽ അതിൽ കുറവാണ്.
എന്നാൽ നിധി കമ്പനി ഈ 30 ദിവസത്തിനുള്ളിൽ മറ്റേ ഡിവിഡൻഡ് വാറൻറ്റോ ഒന്നും അയച്ചു കൊടുക്കേണ്ട ആരുടെ അഡ്രസ്സിൽ, മെമ്പേഴ്സിൻ്റെ അഡ്രസ്സിൽ. എന്ത് ചെയ്താൽ മതി അതിന് പകരമെന്ന് വെച്ചാൽ, ഈ നിധി കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് സ്ഥാപിച്ചു വെച്ചിരിക്കുന്ന ഒരു ലോക്കൽ ഏരിയ ഉണ്ടാവും. ആ ലോക്കൽ ഏരിയയിൽ ഒരു ന്യൂസ് പേപ്പർ ഉണ്ടാവും, വൈഡ് സർക്കുലേഷനിലെ ന്യൂസ് പേപ്പർ ഉണ്ടാവും. അവിടുത്തെ ലോക്കൽ ലാംഗ്വേജിലുള്ള വെർണാക്കുലറിലുള്ള ഒരു ന്യൂസ് പേപ്പർ ഉണ്ടാവും. ആ ന്യൂസ് പേപ്പറിനകത്ത് ഒരു അഡ്വർടൈസ്മെൻറ്റ് ഇട്ടാൽ മതി, ഇങ്ങനെ നമ്മളെന്ന് പറയുന്ന നിധി കമ്പനി ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, ആ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ നിധി കമ്പനീനെ സമീപിച്ചിട്ട് ഈ ഡിവിഡൻഡ് സ്വീകരിച്ചുകൊണ്ട് പോകാം എന്ന് പറഞ്ഞൊരു നോട്ടീസ് ഇട്ടാൽ മതി. അതായത് അഡ്വർടൈസ്മെൻറ്റ് ഇട്ടാൽ മതി. ഏതിനകത്ത്? പത്രത്തിനകത്ത്. മറ്റേ ഡിവിഡൻഡ് വാറൻ്റ് ഒന്നും 30 ദിവസത്തിനുള്ളിൽ ഒന്നും ഇഷ്യൂ ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല നിധി കമ്പനി. കാര്യം ഡിവിഡൻഡ് വാറൻ്റൊക്കെ ഇഷ്യൂ ചെയ്യാൻ പോകുകയാണെങ്കിൽ 10 രൂപയുടെ ഡിവിഡൻറ്റോ 100 രൂപയ്ക്ക് താഴെയുള്ള ഡിവിഡൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും കത്തൊക്കെ അയക്കുകയാണെങ്കിൽ കമ്പനിക്ക് കുറേ നഷ്ടം വരും. അത് വരാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു പ്രൊവിഷൻ നിധി കമ്പനികൾക്ക് കൊടുത്തിട്ടുള്ളത്. ക്ലിയർ ആയോ? അപ്പോൾ എന്ത് ചെയ്താൽ മതി? ലോക്കൽ ലാംഗ്വേജിലുള്ള ഒരു വൈഡ് സർക്കുലേഷനുള്ള പേപ്പർ ഉണ്ടാകും. ആ പേപ്പറിനകത്ത് അഡ്വർടൈസ്മെൻറ്റ് ഇട്ടാൽ മതി, ഇങ്ങനെ നിധി കമ്പനി ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് കൊണ്ട് മെമ്പേഴ്സിനൊക്കെ ഡിവിഡൻഡ് കിട്ടും, എല്ലാ മെമ്പേഴ്സും നിധി കമ്പനിയിൽ വന്നതങ്ങ് വാങ്ങിച്ചോളുക. കാര്യം നിങ്ങളുടെ ഡിവിഡൻഡ് എന്ന് പറയുന്നത് 100 രൂപയോ അല്ലെങ്കിൽ 100 രൂപയ്ക്ക് താഴെയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് നേരിട്ട് ഡിവിഡൻഡ് വാറൻ്റ് ഒന്നും നമ്മൾ അയച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു അഡ്വർടൈസ്മെൻറ്റ് ഇട്ടാൽ മതി ആ ന്യൂസ് പേപ്പറിൽ. അതുകൂടാതെ നിധി കമ്പനിയുടെ ഓഫീസ് സിറ്റ് ചെയ്യുന്ന സ്ഥലത്ത്, അത് രജിസ്റ്റേർഡ് ഓഫീസുള്ള സ്ഥലത്ത്, ഓഫീസിൻ്റെ അകത്തൊരു നോട്ടീസ് ബോർഡുണ്ട്. ഈ നോട്ടീസ് ബോർഡിലും ഒട്ടിച്ച് വെച്ചാൽ മതി, ഇങ്ങനെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുള്ള വിവരം കാണിച്ചുകൊണ്ട് നോട്ടീസ് ബോർഡിലും പ്രദർശിപ്പിച്ചാൽ മതി. ആ നോട്ടീസ് ബോർഡിൽ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ആ സാധനമില്ലേ, അനൗൺസ്മെൻറ്റ്, അത് അടുത്ത 3 മാസം വരെ ആ നോട്ടീസ് ബോർഡിൽ കാണിച്ചിരിക്കണം. ക്ലിയർ ആയോ? അപ്പോൾ നിധി കമ്പനി ആണെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ ഡിവിഡൻഡ് വാറൻ്റ് ഒന്നും പോസ്റ്റ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. എപ്പോൾ 100 രൂപയോ അല്ലെങ്കിൽ അതിൽ താഴെയുള്ള ഡിവിഡൻഡ് ആണെങ്കിൽ ഡിവിഡൻഡ് വാറൻ്റ് പോസ്റ്റ് ചെയ്തില്ലെങ്കിലും ഒന്നും കുഴപ്പമില്ല. എവിടെ ഇട്ടാൽ മതി? പത്രത്തിൽ ഇട്ടാൽ മതി. അത് കൂടാതെ നോട്ടീസ് ബോർഡിൽ 3 മാസം ഇട്ടാൽ മതി. ക്ലിയർ ആയോ? ആപ്ലിക്കബിലിറ്റി ഓഫ് സെക്ഷൻ 127 ടു നിധീസ്. ഇൻ ടേംസ് ഓഫ് നോട്ടിഫിക്കേഷൻ നമ്പർ GSR dealing with punishment shall apply to Nidhis subject to the following modification. In case of dividend payable to a member is rupees 100 or less, it shall be sufficient compliance of the provisions of the section 127 if the declaration of the dividend is announced in the local language in one local newspaper of wide circulation. An announcement of the said declaration is also displayed on the notice board of the Nidhis for at least 3 months. അപ്പോൾ അങ്ങനെ സെക്ഷൻ 127 കഴിഞ്ഞു. ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്ന പേജിലോട്ട് പോകണം. കാര്യം ഞാൻ തുടക്കത്തിൽ കുറച്ച് ഭാഗങ്ങൾ സ്കിപ്പ് ചെയ്തു, ഇൻട്രീം ഡിവിഡൻറ്റൊക്കെ സ്കിപ്പ് ചെയ്തു, ഓർമ്മയുണ്ടോ? എന്നാൽ തിരിച്ചു പോകുക. തിരിച്ചു പോയിട്ട് പേജ് നമ്പർ ഞാൻ പറയുന്ന പേജിലോട്ടേ പോകാവൂ. മീനിങ് ഓഫ് ഡിവിഡൻറ്റ് കിടക്കുന്നുണ്ടോ? പേജ് നമ്പർ 8.2. ഞാൻ പറഞ്ഞു ഡിവിഡൻഡ് എന്താണെന്ന് ഞാൻ നിങ്ങൾ ചെറുതായിട്ട് പറഞ്ഞു തന്നു. ഡിവിഡൻഡ് ചെറുതായിട്ടല്ല, നല്ല രീതിയിൽ പറഞ്ഞു തന്നു. ഡിവിഡൻഡ് എന്താണ് ഞാൻ പറഞ്ഞു? പ്രോഫിറ്റ് കമ്പനി ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ വിഹിതം മെമ്പേഴ്സിന് കൊടുക്കുകയാണെങ്കിൽ അതിന് ഡിവിഡൻഡ് എന്ന് പറയും, ആണല്ലോ. ഡിസ്ട്രിബ്യൂട്ടബിൾ പ്രോഫിറ്റ് ആണ് ഡിവിഡൻഡ് യഥാർത്ഥത്തിൽ. ഡിവിഡൻഡ് സെക്ഷൻ കിടക്കുന്നുണ്ടോ? അതായത് മീനിങ് ഓഫ് ഡിവിഡൻഡ് ഡെഫിനിഷൻ. Section 235 of the Companies Act, while defining the term dividend, simply states that dividend includes interim dividend. ഞാൻ പറഞ്ഞില്ലേ ഡിവിഡൻഡ് ഡെഫിനിഷൻ വായിച്ചൊന്നും പിടിയിട്ടില്ല, പക്ഷേ എന്താണത്? As we may understand, this definition only enlarges the scope of the term dividend by including അപ്പോൾ ഡിവിഡൻഡിനകത്ത് ഇൻട്രം ഡിവിഡൻറ്റും കൂടെ ഉണ്ട്. ഇൻട്രം ഡിവിഡൻഡ് എന്താണെന്ന് ഇപ്പോൾ പറഞ്ഞുതരാം, വെയിറ്റ് ചെയ്യും. അപ്പോൾ ഡിവിഡൻഡ് എന്താണെന്ന് താഴെ പറയുന്നുണ്ട്. ഡിവിഡൻഡ് ഈസ് എ പാർട്ട് ഓഫ് ഡിസ്ട്രിബ്യൂട്ടബിൾ പ്രോഫിറ്റ്സ് whose payment is made by a company to its shareholders. യഥാർത്ഥത്തിൽ മെമ്പേഴ്സ് ആണ്, കുഴപ്പമില്ല. In simple words, it is usually a distribution of profits, that is a portion of profits earned and allocated as payable to the shareholders whenever declared. A dividend is allocated as a fixed amount, say 5 per share, or expressed as a certain percentage of face value of a share. Clear ആയോ? അപ്പോൾ ഞാൻ പറയുന്നത് സെർച്ച് ചെയ്തോ. ചിലപ്പോൾ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും പറയുന്നത്, ഒരു ഷെയറിന് 10 രൂപ വെച്ച് ഡിവിഡൻഡ്, അങ്ങനെ പറയാം. അല്ലെങ്കിൽ എങ്ങനെ പറയാമെന്ന് വെച്ചാൽ ഒരു ഷെയറിൻ്റെ ഫേസ് വാല്യൂവിൻ്റെ 20% വരെ തരാമെന്ന്. അപ്പോൾ ഫേസ് വാല്യൂ 10 ആണെന്ന് വിചാരിച്ചോ, എന്നാൽ എത്ര രൂപ ഡിവിഡൻഡ് കിട്ടും? ആ ഒരു ഷെയറിന് 2 രൂപ കിട്ടും. കാര്യം 10ൻ്റെ 20% ആണ് 2. ക്ലിയർ ആയോ? ഫേസ് വാല്യൂവിൻ്റെ മേളിലാണ് നമ്മൾ പേഡപ്പ് വാല്യൂ, യഥാർത്ഥത്തിൽ പേഡപ്പ് വാല്യൂവിൻ്റെ മേളിലാണ് എന്ത് പെർസെൻറ്റേജ് അടിച്ചു നോക്കേണ്ടത്? ഫേസ് വാല്യൂവിൻ്റെ മേളിലാണ് പെർസെൻറ്റേജ് അടിച്ചു നോക്കേണ്ടത്, അല്ലാതെ മാർക്കറ്റ് വാല്യൂവിൻ്റെ മേളിലല്ല. ക്ലിയർ ആയോ? അപ്പം പെർസെൻറ്റേജ് ഓഫ് ഫേസ് വാല്യൂ ഓഫ് ഷെയർ വിത്ത് ഷെയർ ഹോൾഡേഴ്സ് റിസീവിംഗ് എ ഡിവിഡൻഡ് ഇൻ പ്രൊപ്പോർഷൻ ടു ദെയർ ഷെയർ ഹോൾഡിംഗ്. ഞാനൊരു ചെറിയൊരു ഈ പ്രൊപ്പോർഷൻ ടു ഷെയർ ഹോൾഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മളെ കമ്പനിയിൽ എനിക്ക് 6,000 ഷെയർസ് ഉണ്ട്, ടോട്ടൽ ഷെയർസ് 10,000 ആണ്. അപ്പോൾ 60% ഓഫ് ദ ഷെയർ ക്യാപിറ്റൽ എൻ്റെ കയ്യിലായിരിക്കുന്നത്.
അപ്പോൾ കമ്പനി 10 ലക്ഷം ഡിവിഡൻ്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് 6 ലക്ഷം കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. കാര്യം 60% ഓഫ് ദ ഡിവിഡൻഡ് എൻടൈറ്റിൽമെൻറ്റ് എനിക്കാണ് റൈറ്റ് ഉള്ളത്. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത് ഇൻ പ്രൊപ്പോർഷൻ ടു ദെയർ ഷെയർ ഹോൾഡിംഗ് എന്ന്. ഇനി ടൈപ്സ് ഓഫ് ഡിവിഡൻഡ് എടുക്കുന്നുണ്ട്. ഇൻട്രീം ഡിവിഡൻഡ് ആൻഡ് ഫൈനൽ ഡിവിഡൻഡ്. അടുത്ത പേജ് എടുത്തേ. ഫൈനൽ ഡിവിഡൻഡ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് ഇൻട്രീം ഡിവിഡൻഡിലോട്ട് പറഞ്ഞു. നിങ്ങൾക്കറിയാം ഫൈനൽ ഡിവിഡൻഡ്. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഡിവിഡൻഡ് ആര് പ്രപ്പോസ് ചെയ്യും? സാധാരണ ഉള്ള ഡിവിഡൻഡ് ആര് പ്രപ്പോസ് ചെയ്യും? ബോർഡ് പ്രപ്പോസ് ചെയ്യും അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യും. ബോർഡ് റെക്കമെൻഡ് ചെയ്ത അല്ലെങ്കിൽ പ്രപ്പോസ് ചെയ്ത ആ ഡിവിഡൻഡ് ആര് ഡിക്ലെയർ ചെയ്യും? എവിടെ വെച്ച് ഡിക്ലെയർ ചെയ്യും? AGM-ൽ ഡിക്ലെയർ ചെയ്യും. AGM-ൽ ഡിക്ലെയർ ചെയ്യുമ്പോൾ AGM-ൽ ഡിക്ലെയർ ചെയ്യുന്നത് മെമ്പേഴ്സാണ് ആണല്ലോ. ഡിക്ലെയർ ചെയ്യപ്പെട്ട ഡിവിഡൻഡാണ് എന്താകുന്നത്? ലയബിലിറ്റി അല്ലെങ്കിൽ ഡെറ്റ് ആകുന്നത്. അത് അടുത്ത 5 ദിവസത്തിനുള്ളിൽ വേറൊരു ബാങ്ക് അക്കൗണ്ടിലോട്ട് മാറ്റണം. അത് കൂടാതെ ഡിക്ലെയർ ചെയ്തിട്ട് 30 ദിവസത്തിനുള്ളിൽ ഇത് കൊടുത്തു തീർക്കണം. അല്ലേ, ഇതൊക്കെ നിങ്ങൾ പഠിച്ചതല്ലേ? അപ്പോൾ ഫൈനൽ ഡിവിഡൻഡ്. വെൻ ഡിവിഡൻഡ് ഇസ് ഡിക്ലെയർഡ് അറ്റ് the annual general meeting of the company, it is known as final dividend. The rate at which dividend needs to be declared and paid shall be recommended by the board of directors in the board's report. ഞാൻ പറഞ്ഞില്ലേ, ബോർഡ് റിപ്പോർട്ടിനകത്ത് എത്രയാണ് അവർ പ്രപ്പോസ് ചെയ്യുന്നത് എഴുതും. ക്ലിയർ ആയോ? However, such rate or lower rate is required to be approved by the members at the annual general meeting by passing an ordinary resolution, since dividend declaration is an ordinary business. ഇത് ഞാൻ പറഞ്ഞില്ലേ, 5 ലക്ഷം രൂപയാണ് പ്രപ്പോസ് ചെയ്തത്. എന്നാൽ 5 ലക്ഷം രൂപ വരെ ഡിക്ലെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ മെമ്പേഴ്സിന്. അതൊരു ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ട് ഡിക്ലെയർ ചെയ്യും. The rate of dividend recommended by the board cannot be increased by members. വീണ്ടും അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇനി പറയുന്ന ശ്രദ്ധിച്ച് കേട്ടോ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പലവർക്കും ഇത് അറിഞ്ഞുകൂടാ, പലവരും ഇത് ശ്രദ്ധിക്കത്തുമില്ല. സോ ചോദിക്കുക, ഡിവിഡൻഡ് പേബിൾ ഓൺ ദി ബേസ് ഓഫ് നേച്ചർ ഓഫ് ഷെയർസ്. ഷെയർസ് 2 തരത്തിലുണ്ട്, ഇക്വിറ്റി ഷെയർസും പ്രിഫറൻസ് ഷെയർസും. പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ 2 പ്രിഫറൻഷ്യൽ റൈറ്റ് ഉണ്ട് അവർക്ക്. ആരുടെ മേളിൽ? ഇക്വിറ്റി ഷെയർസിൻ്റെ മേളിൽ. എന്തൊക്കെയാണ് പ്രിഫറൻസ് ഷെയർസിൻ്റെ പ്രിഫറൻഷ്യൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ? ഒന്ന്, പ്രിഫറൻഷ്യൽ റൈറ്റ് ആസ് ടു പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ്. അതായത് കമ്പനി എപ്പോഴെങ്കിലും ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ ആ ഡിക്ലെയർ ചെയ്ത ഡിവിഡൻഡിൽ നിന്ന് പൈസ ആദ്യം ആർക്ക് കൊടുത്തിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഇക്വിറ്റി ഷെയർസ് കൊടുക്കാവൂ. പ്രിഫറൻസ് ഷെയർസിന് കൊടുത്തതിന് ശേഷം എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിലേ ആർക്ക് ഡിവിഡൻഡ് കൊടുക്കാവൂ? ഇക്വിറ്റി ഷെയർസിന്. അത് അവരുടെ പ്രിഫറൻഷ്യൽ റൈറ്റ് ആണ്. ഇനി പ്രിഫറൻസ് ഷെയർസിന് കിട്ടാനുള്ള ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഒരു ഫിക്സഡ് റേറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു ഫിക്സഡ് എമൗണ്ട് ആയിരിക്കും. നിങ്ങൾക്കറിയാം, പ്രിഫറൻസ് ഷെയർസ് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതും: 10% പ്രിഫറൻസ് ഷെയർസ് 10,000 പ്രിഫറൻസ് ഷെയർസ് ഓഫ് 10 ഈച്ച് എന്ന് എഴുതിയാൽ അതിൻ്റെ അർത്ഥം എന്താ? 1 ലക്ഷമാണ് പ്രിഫറൻസ് ഷെയർസിൻ്റെ വില, മൊത്തത്തിലുള്ള വാല്യൂ. അതിൻ്റെ 10% ആണ് അവർക്ക് വർഷാവർഷം കൊടുക്കാനുള്ള ഡിവിഡൻഡിൻ്റെ റേറ്റ്. അതാണ് ഈ 10% എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അല്ലെങ്കിൽ ഈ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഇങ്ങനെ പറയും: വർഷാവർഷം 5,000 രൂപയായിരിക്കും പ്രിഫറൻസ് ഡിവിഡൻഡ് എന്ന്. എന്നാൽ അതൊരു ഫിക്സ്ഡ് എമൗണ്ട് ആണ്. അപ്പോൾ ഫിക്സ്ഡ് റേറ്റ് ആയിട്ടും കൊടുക്കാം, ഫിക്സ്ഡ് എമൗണ്ട് ആയിട്ടും കൊടുക്കാം. എന്തോന്ന്? പ്രിഫറൻസ് ഷെയർസിൻ്റെ ഡിവിഡൻഡ് ആണല്ലോ. ഇനി പ്രിഫറൻസ് ഷെയർസ് 2 തരത്തിലുണ്ട്. വേറൊരു പ്രിഫറൻഷ്യൽ റൈറ്റ് ഉണ്ട്, ദാറ്റ് ഈസ് പ്രിഫറൻഷ്യൽ റൈറ്റ് ആസ് ടു റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ചെയ്യുമ്പം ആദ്യം, അതായത് ക്യാപിറ്റൽ എല്ലാം ഓണേഴ്സിന് തിരിച്ചു കൊടുക്കണം, ഷെയർ ഹോൾഡേഴ്സിന് തിരിച്ചു കൊടുക്കണം. ആദ്യം ആർക്ക് കൊടുത്തതിന് ശേഷമേ കൊടുക്കാവൂ? പ്രിഫറൻസ് ഷെയർസിന് കൊടുക്കാനുള്ള ക്യാപിറ്റൽ എല്ലാം തിരിച്ചു കൊടുത്തതിന് ശേഷമേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ക്യാപിറ്റൽ കൊടുക്കാവൂ. അതാണ് അടുത്ത പ്രിഫറൻഷ്യൽ റൈറ്റ്. ആരുടെ? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ. ഇനി പറയുന്നത് കേട്ടോ, പ്രിഫറൻസ് ഷെയർസ് 2 തരത്തിലുണ്ട്. ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്, നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്. എന്താണ് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്? ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് എല്ലാ വർഷവും കൊടുക്കണമെന്നാണ്. പക്ഷെ കൊടുക്കണോ വേണ്ടേ എന്നുള്ള തീരുമാനം ആരെടുക്കും? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് എടുക്കുന്നത്. മറക്കരുത്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പ്രപ്പോസ് ചെയ്യും ഡിവിഡൻഡ്. മനസ്സിലായോ? ആ പ്രപ്പോസ് ചെയ്ത ഡിവിഡൻഡാണ് ഡിക്ലെയർ ചെയ്യപ്പെടുന്നത് AGM-ൽ. അപ്പം ഡിവിഡൻഡ് ഒന്നും പ്രപ്പോസ് ചെയ്യുന്നില്ല ആര്? റെക്കമെൻഡ് ചെയ്യുന്നില്ല ആര്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. എന്നാൽ ആർക്ക് ഡിവിഡൻഡ് കൊടുക്കത്തില്ല? പ്രിഫറൻസ് ഷെയർസിനും കിട്ടില്ല. അപ്പം നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാ വർഷവും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കിട്ടും എന്ന് ഒരു ഉറപ്പുമില്ല. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പ്രപ്പോസ് ചെയ്താലേ അത് ഡിക്ലെയർ ആവപ്പെടുത്തുള്ളൂ. എവിടെ? AGM-ൽ. എന്നാലേ ആർക്ക് കിട്ടത്തുള്ളൂ? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്. അപ്പോൾ വേണമെങ്കിൽ കൊടുത്താൽ മതി പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എന്തോന്ന്? ഡിവിഡൻഡ്. പക്ഷേ എപ്പോഴെങ്കിലും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഡിവിഡൻഡ് 2 വർഷത്തിൽ കൂടുതൽ പെൻഡിങ് ആണെങ്കിൽ പ്രിഫറൻസ് ഷെയർസ് ഹോൾഡേഴ്സിനും വോട്ടിംഗ് റൈറ്റ് കിട്ടും. എല്ലാ മീറ്റിങ്ങിലും ഏത് തീരുമാനത്തിനും വോട്ട് ചെയ്യാം. ഒരു സാധാ ഇക്വിറ്റി ഷെയർസ് ഹോൾഡറിനെ പോലെ ട്രീറ്റ് ചെയ്യും. അതുകൊണ്ട് ഡിവിഡൻഡ് കൊടുക്കുന്നിരിക്കും. ഇല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർസിനെ പോലെ ഇവർക്ക് പവർ വരും, വോട്ടിംഗ് റൈറ്റ് ഒക്കെ വരും. ക്ലിയർ ആയോ? വോട്ടിംഗ് റൈറ്റ് ഉള്ളത് ആർക്കേ ഉള്ളൂ? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനേ ഉള്ളൂ. കാര്യം ഈ 2 പ്രിഫറൻഷ്യൽ റൈറ്റ് കൊടുക്കുന്നില്ലേ എക്സ്ട്രാ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്? അതുകൂടാതെ വോട്ടിംഗ് റൈറ്റും കൂടെ കൊടുത്താൽ പിന്നെ ആരെങ്കിലും ഇക്വിറ്റി ഷെയർ മേടിക്കുമോ? അതുകൊണ്ട് വോട്ടിംഗ് റൈറ്റ് ആർക്കേ ഉള്ളൂ? ഇക്വിറ്റി ഷെയർസിന്. പക്ഷേ ആർക്ക് വോട്ടിംഗ് റൈറ്റ് കിട്ടാം വേണമെങ്കിൽ? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടാം. എപ്പോൾ? ഡിവിഡൻഡ് 2 വർഷത്തിൽ കൂടുതൽ പെൻഡിങ് ആയിട്ട് വെക്കുകയാണെങ്കിൽ. ക്ലിയർ ആയോ? ഇനി പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോ. ഈ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് എന്താണെന്ന് വെച്ചാൽ, ഒരു വർഷം ഡിവിഡൻഡ് കൊടുത്തില്ലെങ്കിൽ ആ വർഷം കിട്ടാനുള്ള ഡിവിഡൻഡ് അടുത്ത വർഷത്തോട്ട് ക്യാരി ഫോർവേഡ് ആവും. അതായത് അരിയർ ഡിവിഡൻഡ് കിട്ടാനുള്ള റൈറ്റ് ഉള്ള ഷെയർസാണ് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്.
മനസ്സിലായോ? അതായത് 10,000 രൂപയാണ് ഒരു വർഷം കൊടുക്കാനുള്ള ഡിവിഡൻറ്റ്. ആ വർഷം കൊടുത്തില്ല പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്. എന്നാൽ അടുത്ത വർഷം 10,000 രൂപ കൊടുക്കണം. അത് ആ വർഷത്തെ പ്രിഫറൻസ് ഷെയറിൻ്റെ ഡിവിഡൻറ്റ്. അതുകൂടാതെ കഴിഞ്ഞ വർഷത്തെ അരിയറും കൂടെ ചേർത്ത് കൊടുക്കണം. അതായത് 10,000 രൂപയും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ 20,000 രൂപ കിട്ടും ആ വർഷം. ഇതിന് ഈ അരിയേഴ്സ് ക്യാരി ഫോർവേഡ് ചെയ്ത് കിട്ടുന്ന റൈറ്റ് ഉള്ള പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനാണ് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നോൺ ക്യുമുലേറ്റീവ് എന്താ? ഒരു വർഷം പ്രിഫറൻസ് ഷെയർസിൻ്റെ ഡിവിഡൻറ്റ് കിട്ടിയില്ലെങ്കിൽ ആ വർഷത്തിൽ കിട്ടാനുള്ള ഡിവിഡൻറ്റിൻ്റെ റൈറ്റ് പോകും. അവർക്ക് അടുത്ത വർഷം അത് ക്യാരി ഫോർവേഡ് ചെയ്തിട്ട് കിട്ടത്തില്ല ആ റൈറ്റ്. ഓക്കെ, ആ വർഷത്തെ റൈറ്റ് അങ്ങ് എക്സ്പയർ ആയി പോകും. ക്ലിയർ ആയോ? പിന്നെ ഞാനത് വായിക്കുകയാണേ. ഡിവിഡൻറ്റ് പേബിൾ ഓൺ ദ ബേസിസ് ഓഫ് നേച്ചർ ഓഫ് ഷെയർസ്. അതിനകത്ത് പ്രിഫറൻസ് ഷെയർസ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ടോ? ഫസ്റ്റ് പോയിന്റ് പ്രിഫറൻസ് ഷെയർസ് അടുത്ത പേജിൽ. അക്കോർഡിംഗ് ടു സെക്ഷൻ 43 ഓഫ് ദ കമ്പനീസ് ആക്ട്, ഷെയർ ഹോൾഡേഴ്സ് ഹോൾഡിംഗ് പ്രിഫറൻസ് ഷെയർസ് ആർ അഷ്യൂർഡ് ഓഫ് പ്രിഫറൻഷ്യൽ ഡിവിഡൻറ്റ് അറ്റ് എ ഫിക്സ്ഡ് റേറ്റ് ഡ്യൂറിംഗ് ദ ലൈഫ് ഓഫ് ദ കമ്പനി. ഫിക്സ്ഡ് റേറ്റും ആകാം, ഫിക്സ്ഡ് അമൗണ്ടും ആകെ. ഡിവിഡൻറ്റ് ഈസ് ജനറലി ക്യുമുലേറ്റീവ് ഇൻ നേച്ചർ and need not be paid every year in case of deficiency of profit. പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ. all preference shares are cumulative in nature unless otherwise specified. എന്ന് പറഞ്ഞാൽ നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് ആണെന്ന് എടുത്ത് പറഞ്ഞാലേ ആ പ്രിഫറൻസ് ഷെയർസ് നോൺ ക്യുമുലേറ്റീവ് ആകത്തുള്ളൂ. ഇല്ലെങ്കിൽ എല്ലാ പ്രിഫറൻസ് ഷെയർസും ക്യുമുലേറ്റീവ് ആണ്. Clear ആയോ? Types of preference shares on the basis of payment of dividend. Classification on the basis of cumulative preference shares. A cumulative preference share is one that carries a right to a fixed amount of dividend or dividend at a fixed rate. Such a dividend gets accumulated and its arrears are payable from the profits earned in the later years if the profits of current year are insufficient for payment of dividend. Until and unless dividend on cumulative preference shares is paid in full, including arrears, if any, no dividend is payable on equity shares. അപ്പം ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസിൻ്റെ ഡിവിഡൻറ്റ് പെൻഡിങ് ആയിട്ട് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ആർക്ക് കിട്ടത്തില്ല ഒന്നും. ഇക്വിറ്റി ഷെയർസിന് ഡിവിഡൻറ്റ് എന്തായാലും കിട്ടത്തില്ല. അവർക്ക് കൊടുക്കാനുള്ളത് അരിയർ സഹിതം കൊടുത്തു തീർത്തതിന് ശേഷമേ, പ്രിഫറൻസ് ഷെയർസിന് കൊടുക്കാനുള്ളത് എല്ലാ ഡിവിഡൻറ്റ് കൊടുത്തു തീർത്തതിന് ശേഷമേ ആർക്ക് കിട്ടത്തുള്ളൂ? ഇക്വിറ്റി ഷെയർസിന് കിട്ടത്തുള്ളൂ. നോൺ ക്യുമുലേറ്റീവോ? നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് ക്യാരീസ് വിത്ത് ദ റൈറ്റ് ടു എ ഫിക്സ്ഡ് amount of dividend. In case no dividend is declared in a year due to any reason, the right to receive such dividend for that year expires. അതായത് അരിയർ ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല. It implies that such holder of such a share is not entitled to arrears of dividend in future. ഇനി ഇക്വിറ്റി ഷെയർ എന്താണ്? ഇക്വിറ്റി ഷെയർസ് ആർ those shares which are not preference shares. അതല്ലേ ഞാൻ പറഞ്ഞ നേരത്തെ. It means that they do not enjoy any preferential right in the matter of payment of dividend or repayment of capital. The rate of dividend on equity shares is recommended by the board of directors. അപ്പം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തീരുമാനിക്കും ഇക്വിറ്റി ഷെയർസിന് എത്ര പെർസെൻറ്റേജിൽ ഡിവിഡൻറ്റ് കൊടുക്കണമെന്ന്. ഓക്കെ, അത് വർഷം മാറിക്കൊണ്ടിരിക്കും. അത് കമ്പനിയുടെ ഡിവിഡൻറ്റ് പോളിസിക്ക് അനുസരിച്ച്. നിങ്ങൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ ഡിവിഡൻറ്റ് പോളിസിയൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം പല ഡിവിഡൻറ്റ് പോളിസീസൊക്കെ ഉണ്ട്. മറ്റേ വാൾട്ടേഴ്സ് മോഡൽ, ഗോർഡൻസ് മോഡൽ, അങ്ങനെ പല മോഡൽസും ഉണ്ട്. ഓക്കെ, അപ്പം ഇക്വിറ്റി ഷെയർസും അത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഞാനിനി അത് ബാക്കി വായിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇനി വാ ഇൻറ്ററിം ഡിവിഡൻറ്റ്. അതും കൂടെ തീർന്നാൽ ഡിവിഡൻറ്റ് ചാപ്റ്റർ തീർന്നു. ഇൻറ്ററിം ഡിവിഡൻറ്റ് എന്താണെന്ന് പറയുന്നത് ശ്രദ്ധിച്ചേട്ടോ. ഇൻറ്ററിം ഡിവിഡൻറ്റ് പറയുന്ന സെക്ഷൻ എന്ന് പറയുന്നത് 123 സബ്സെക്ഷൻ 3ലും 123 സബ്സെക്ഷൻ 4ലുമാണ് ഇൻറ്ററിം ഡിവിഡൻറ്റിനെ പറ്റി പറയുന്നത്. ശ്രദ്ധിച്ചേട്ടോ. ഇൻറ്ററിം ഡിവിഡൻറ്റ് യഥാർത്ഥത്തിൽ ഡിവിഡൻറ്റ് ആരാണ് ഡിക്ലെയർ ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ ഫൈനൽ ഡിവിഡൻറ്റ് മെമ്പേഴ്സാണ് AGM ആണോ? എന്നാൽ ഇൻറ്ററിം ഡിവിഡൻറ്റ് ഡിക്ലെയർ ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചാൽ, അതായത് കൊടുക്കാനുള്ള തീരുമാനം എടുക്കുന്നത്, ഡിക്ലെയർ ചെയ്യുന്നത് ആരാന്ന് വെച്ചാൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഡിവിഡൻറ്റ് പ്രൊപ്പോസ് ചെയ്യുന്നത്, ഡിക്ലെയർ ചെയ്യുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണെങ്കിൽ ആ കൊടുക്കുന്ന ഡിവിഡൻറ്റിനെ ഇൻറ്ററിം ഡിവിഡൻറ്റ് എന്ന് പറയും. ഇത് എവിടെ വെച്ച് ഡിക്ലെയർ ചെയ്യും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഒരു ബോർഡ് മീറ്റിംഗ് കൂടിയിട്ട് അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് വേണമെങ്കിൽ ഡിവിഡൻറ്റ് കൊടുക്കാം. അവർ തന്നെ ഡിക്ലെയർ ചെയ്യും, പ്രൊപ്പോസും ചെയ്യും, അവർ തന്നെ ഡിക്ലെയറും ചെയ്യും. അങ്ങനെ കൊടുക്കുന്ന ഡിവിഡൻറ്റില്ലേ, അതായത് പ്രൊപ്പോസ്ഡ് ആൻഡ് ഡിക്ലെയർഡ് ബൈ ബോത്ത് ആർ ഡൺ ബൈ ഹൂ? ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. എന്നാൽ ആ ഡിവിഡൻറ്റിനെയാണ് ഇൻറ്ററിം ഡിവിഡൻറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഡിവിഡൻറ്റ് എവിടെ വെച്ചല്ല ഡിക്ലെയർ ചെയ്യുന്നത്? AGMൽ വെച്ചല്ല ഡിക്ലെയർ ചെയ്യുന്നത്. AGM അല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു ദിവസത്തിൽ ഡയറക്ടേഴ്സ് തന്നെ പ്രൊപ്പോസും ചെയ്ത് ഡിക്ലെയർ ചെയ്യുന്ന ഡിവിഡൻറ്റിനെയാണ് ഇൻറ്ററിം ഡിവിഡൻറ്റ് എന്ന് പറയുന്നത്. അതായത് രണ്ട് ഏജത്തിൻ്റെ നടുക്ക് ഡിക്ലെയർ ചെയ്യുന്ന ഏതൊരു ഡിവിഡൻറ്റിനെയും ഇൻറ്ററിം ഡിവിഡൻറ്റ് എന്ന് പറയും. പറഞ്ഞപ്പോൾ കിട്ടിയോ? ഓരോ പോയിന്റ് വായിക്കുകയാണെങ്കിൽ ഇൻറ്ററിം ഡിവിഡൻറ്റ് ഇസ് ഡിക്ലെയർഡ് ബൈ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഞാൻ പറഞ്ഞു ഇറ്റ് ക്യാൻ ബി ഡിക്ലെയർഡ് ഡ്യൂറിങ് എനി ഫിനാൻഷ്യൽ ഇയർ. അതായത് ഇപ്പോൾ ഫിനാൻഷ്യൽ ഇയർ 2019-20 നടന്നുകൊണ്ടിരിക്കുക. ഈ 2000 ഇയർ അത് കഴിഞ്ഞു. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് 2020-21 ആണ്. ഈ സമയത്ത് എപ്പോൾ വേണമെങ്കിലും ആർക്ക് ഡിക്ലെയർ ചെയ്യാം ഡിവിഡൻറ്റ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ഡിക്ലെയർ ചെയ്യാം. AGMൽ ഡിക്ലെയർ ചെയ്യുന്നത് ഫൈനൽ ഡിവിഡൻറ്റ്. എന്നാൽ വേറെ ഏതെങ്കിലും സമയത്ത് ഡിക്ലെയർ ചെയ്യുന്നത് അതെന്താണ്? ഇൻറ്ററിം ഡിവിഡൻ്റ് ആണ്. അപ്പം ഫിനാൻഷ്യൽ ഇയർ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഡിക്ലെയർ ചെയ്യാം, ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞിട്ട് ഡിക്ലെയർ ചെയ്യാം, ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞിട്ട് AGM നടക്കുന്ന ആ ദിവസം വരെയുള്ള ഏതെങ്കിലും ഒരു ദിവസത്തിൽ ഡിക്ലെയർ ചെയ്യാം.
ക്ലിയർ ആയോ? അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാം. ആർക്ക്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്. AGM അല്ലാതെ ഡിക്ലെയർ ചെയ്യുന്ന ഡിവിഡൻഡാണ് ഇൻട്രീം ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അത് ആര് ഡിക്ലെയർ ചെയ്യും? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഡിക്ലെയർ ചെയ്യും. ക്ലിയർ ആയോ? Further, it can be declared at any time during the period from the closure of financial year till holding of the annual general meeting. അതാണ് ഞാൻ പറഞ്ഞത്. ഫിനാൻഷ്യൽ ഇയർ നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിലും ഡിക്ലെയർ ചെയ്യാം. ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞിട്ട് AGM വിളിച്ചു കൂട്ടുന്ന ആ സമയപരിധിയില്ലേ, 6 മാസം സമയപരിധി, അതിൻ്റെ ഇടയിൽ എപ്പോൾ വേണമെങ്കിലും ഡിക്ലെയർ ചെയ്യാം. അതാണ് ആ 2 പോയിന്റ്. ക്ലിയർ ആയോ? അടുത്ത പോയിന്റ്, the declaration of interim dividend is done out of profits before the final passing of the accounts, and therefore effectively interim dividend is said to be declared and paid between 2 AGMs. ഞാൻ പറഞ്ഞില്ലേ 2 AGMത്തിന് നടക്കാണ് ഇത് ഡിക്ലെയർ ചെയ്യുന്നത്. ഏത്? ഇൻട്രീം ഡിവിഡൻഡ്. ഇനി പറയുന്ന ശ്രദ്ധിച്ച് കേട്ടോ. എവിടെ നിന്നൊക്കെ ഇൻട്രീം ഡിവിഡൻഡ് കൊടുക്കാനുള്ള പൈസ എവിടെ നിന്നൊക്കെ എടുക്കാമെന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? ഇൻട്രീം ഡിവിഡൻഡ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് എവിടെ നിന്നൊക്കെ എടുത്ത് കൊടുക്കാമെന്ന്. സോഴ്സസ് ഓഫ് ഡിക്ലെയറിങ് ഇൻട്രീം ഡിവിഡൻഡ് ആണ് പറയാൻ പോകുന്നത്. എവിടെ നിന്നൊക്കെ ഇൻട്രീം ഡിവിഡൻഡ് കൊടുക്കാനുള്ള പൈസ ഉപയോഗിക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് റിസർവ് ഇല്ലേ, അതിൻ്റെ അക്യുമുലേറ്റഡ് ബാലൻസ് ഉണ്ടാവും. ആ അക്യുമുലേറ്റഡ് ബാലൻസിൽ നിന്ന് എന്തെടുത്ത് കൊടുക്കാം? എന്താ? സർപ്ലസ് ഇൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ സർപ്ലസ് ഉണ്ടെങ്കിൽ, അതായത് ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടെങ്കിൽ, ആ പൈസ ഉപയോഗിച്ചിട്ട് എന്ത് കൊടുക്കാൻ വേണമെങ്കിൽ ഇൻട്രീം ഡിവിഡൻഡ് കൊടുക്കാം. ക്ലിയർ ആയോ? അത് കൂടാതെ എവിടെ നിന്നൊക്കെ കൊടുക്കാമെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു ഒരു വർഷം തീരുന്നതിൻ്റെ ഇടയിലും ഇൻട്രീം ഡിവിഡൻഡ് കൊടുക്കാമെന്ന്. എന്നാൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ഏത് ഡേറ്റിലാണെന്ന് വെച്ചാൽ ഫെബ്രുവരി 2 എപ്പോഴാണ് നിൽക്കുന്നത്? Feb 2. ഇനിയും ഒരു മാസം ഉണ്ട് ഫിനാൻഷ്യൽ ഇയർ ക്ലോസിന്. അത് 31 മാർച്ച് വരെ ഇനിയും സമയമുണ്ട് അല്ലേ? അപ്പം നമ്മൾ നിൽക്കുന്ന ഈ ദിവസത്തിൻ്റെ തൊട്ട് ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ആയിട്ടുള്ള ക്വാർട്ടർ എൻഡ് എപ്പോഴാണെന്ന് നോക്കണം. അതായത് എത്ര ക്വാർട്ടേഴ്സ് ഉണ്ട് ഒരു വർഷത്തിൽ? 4 എണ്ണം ഉണ്ട്. ഏതൊക്കെയാണത്? നമ്മളെ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഇപ്പോൾ 3 ക്വാർട്ടറായി. ജാനുവരി, ഫെബ്രുവരി, മാർച്ച് 4 ക്വാർട്ടറായി. നമ്മളിപ്പോൾ ഏത് ഡേറ്റിലാണ് നിൽക്കുന്നത്? February 2. എന്നാൽ February 2 തൊട്ട് ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ക്വാർട്ടർ എൻഡ് എന്താ? December 31 അല്ലേ? അതായത് ഫെബ്രുവരി എന്ന് പറയുന്ന ക്വാർട്ടർ തീർന്നില്ല, എന്നാൽ അതിൻ്റെ തൊട്ട് മുമ്പത്തുള്ള ക്വാർട്ടർ എപ്പോഴാണോ തീർന്നത്, അതായത് ഡിസംബറിലാണ് തീർന്നത്. ഡിസംബറിൽ തീർന്ന ക്വാർട്ടറിലെ പ്രോഫിറ്റ് വല്ലതും ഉണ്ടെങ്കിൽ, അതായത് ഡിസംബർ വരെ പ്രോഫിറ്റ് വല്ലതും ഉണ്ടെങ്കിൽ, എന്നാൽ ആ പ്രോഫിറ്റ് എടുത്തിട്ട് എന്ത് കൊടുക്കാം? ഇൻട്രീം ഡിവിഡൻഡ് കൊടുക്കാം. അതായത് 3rd പോയിന്റ് നോക്കണേ, 3rd ബുള്ളറ്റ് പോയിന്റ്, പ്രോഫിറ്റ്സ് ജനറേറ്റഡ് ഇൻ ദ ഫിനാൻഷ്യൽ ഇയർ till the quarter preceding the date of declaration of the interim dividend. അപ്പോൾ Feb 2 ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇൻട്രീം ഡിവിഡൻഡ്. എന്നാൽ അതിൻ്റെ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ക്വാർട്ടർ എൻഡ് എപ്പോഴാണ്? ഡിസംബർ 31 വരെയുള്ള പ്രോഫിറ്റ് ഇല്ലേ, ആ വർഷത്തെ 9 മാസത്തെ പ്രോഫിറ്റ് ഇല്ലേ, ആ 9 മാസത്തെ പ്രോഫിറ്റ് ഉപയോഗിച്ച് എന്ത് ഡിക്ലെയർ ചെയ്യാം? ഇൻട്രീം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാം. അല്ലെങ്കിൽ ആ വർഷം ഫുള്ള് തീർന്നതിന് ശേഷം, അതായത് മാർച്ച് 31 കഴിഞ്ഞതിന് ശേഷം AGM വിളിച്ചു കൂട്ടുന്ന ആ ദിവസത്തിൻ്റെ ഇടയിലുള്ള ഏതെങ്കിലും ഒരു ദിവസം വേണമെങ്കിൽ ഇൻട്രീം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാമല്ലോ. എന്നാൽ ആ വർഷത്തെ കറണ്ട് ഇയർ പ്രോഫിറ്റ് ഉപയോഗിച്ചിട്ടും വേണമെങ്കിൽ ഇൻട്രീം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാം. അതാണ് 2nd പോയിന്റ്. പ്രോഫിറ്റ്സ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ ഇൻ വിച്ച് സച്ച് ഡിവിഡൻഡ് ഇസ് സോട്ട് ടു ബി ഡിക്ലെയർഡ്. അപ്പോൾ ഈ 3 സ്ഥലത്ത് കിടക്കുന്ന പൈസ ഉപയോഗിച്ചിട്ട് എന്ത് കൊടുക്കാൻ പറ്റും? ഇൻട്രീം ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റും. ഏതൊക്കെയാണ്? ഒന്ന്, സർപ്ലസ് ഇൻ P&L അക്കൗണ്ട്. അതുകൂടാതെ നമ്മൾ നിൽക്കുന്ന ദിവസത്തിൻ്റെ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ക്വാർട്ടർ എൻഡിൽ വരെയുള്ള പ്രോഫിറ്റ് ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ചെയ്തിട്ട് ആ ഫിനാൻഷ്യൽ ഇയറിലെ എൻഡിലുള്ള പ്രോഫിറ്റ് ഉപയോഗിച്ചിട്ട്, കറണ്ട് ഇയർ പ്രോഫിറ്റ് എന്ന് പറയും, അത് ഉപയോഗിച്ചിട്ട് എന്ത് കൊടുക്കാം? ഇൻട്രീം ഡിവിഡൻഡ് കൊടുക്കാം. ക്ലിയർ ആയോ? അടുത്തൊരു ബുള്ളറ്റ് പോയിന്റ് ഉണ്ട്, അത് വെട്ടിയേരെ, അത് തെറ്റാണ്, അങ്ങനത്തെ ഒരു കാര്യമേ ഇല്ല. ഓക്കെ, ഈ ഇൻട്രീം ഡിവിഡൻഡ് കൊടുത്തിട്ട് അത് റെഗുലറൈസ് ഒന്നും ചെയ്യേണ്ട, അത് തെറ്റാണ്. ഇനി അടുത്തത് ലാസ്റ്റ് ഒരു ബുള്ളറ്റ് പോയിന്റ് കിടക്കുന്നുണ്ട്, ഒരു വലിയൊരു ബുള്ളറ്റ് പോയിന്റ്. അത് പറയുന്നത് വെച്ചാൽ ഇന്നാഡിക്വസി അല്ലെങ്കിൽ ആബ്സെൻസ് ഓഫ് പ്രോഫിറ്റ് ആണെങ്കിൽ, അപ്പോൾ നിങ്ങൾ ഇന്നാഡിക്വസിയൊക്കെ പഠിച്ചിട്ടുണ്ട് എവിടെ? മറ്റേ ഫൈനൽ ഡിവിഡൻഡ്. അതേപോലെ തന്നെ ഇവിടെയും. അതായത് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ, ഇൻട്രീം ഡിവിഡൻഡ് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. Feb 2 നിൽക്കുന്നത്. എവിടെയാണ് നിൽക്കുന്നത്? Feb 2 ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ക്വാർട്ടർ എൻഡ് എപ്പോഴാണ്? December. December 31 വരെ ലോസ് ആണ്. December 31 വരെ എന്താണ്? ലോസ് ആണ്. എന്നിട്ട് Feb 2 എന്ത് ഡിക്ലെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു? ഇൻട്രീം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. എന്നാൽ ഡിക്ലെയർ ചെയ്തോ നിങ്ങൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഡിവിഡൻഡ്, പക്ഷേ ഡിക്ലെയർ ചെയ്യുമ്പോൾ റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഷുഡ് ബി ദി ആവറേജ് റേറ്റ് ഓഫ് ദി ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് 3 ഫിനാൻഷ്യൽ ഇയേഴ്സ്. അതായത് അവിടെ ഇന്നാഡിക്വസി വരുമ്പോൾ ഉള്ള ഫസ്റ്റ് പോയിന്റ് ഇല്ലേ, അതേ സെയിം തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്യും. വേറെ ഒരു പോയിന്റും കൺസിഡർ ചെയ്യേണ്ട, ഈ ഒരു ഒറ്റൊരു പോയിന്റ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. എപ്പോൾ ലോസസ് ആണ്
ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ക്വാർട്ടർ വരെ ലോസസ് ആണ് കമ്പനി ഇൻകർ ചെയ്തത്. എന്നിട്ട് ഇൻട്രം ഡിവിഡൻഡ് കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ തൊട്ട് മുമ്പത്തെ 3 വർഷത്തെ ആവറേജ് റേറ്റ് പ്രകാരമേ കൊടുക്കാവൂ എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ ഇന്നാഡിക്വസി അല്ല, ആബ്സെൻസ് ഓഫ് പ്രോഫിറ്റ് ആണ് യഥാർത്ഥത്തിൽ ഇൻട്രം ഡിവിഡൻഡിൻ്റെ കേസിൽ. അപ്പോൾ ഞാൻ ആ ലാസ്റ്റ് ബുള്ളറ്റ് പോയിന്റ് വായിക്കുകയാണേ. If the company has incurred loss during the current financial year up to the end of the quarter immediately preceding the date of declaration of interim dividend, such interim dividend shall not be declared at a rate higher than the average dividends declared by the company during the immediately preceding 3 financial years. Did you understand? Now next page, example I'm going to finish dividend chapter. For example, if a company declared dividend at the rate of 16% during the immediately preceding 3 financial years, then in case a company incurs loss in the current financial year, it is permitted to declare interim dividend at a rate which is not higher than 16%. അതാണ് നേരത്തെ പറഞ്ഞത്. ഇനി പറയുന്നത് കേട്ടോ, ഇൻട്രം ഡിവിഡൻഡിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ ഫൈനൽ ഡിവിഡൻഡ് പഠിച്ചില്ലേ, അതിൻ്റെ സെയിം ആണ്. അതായത് ഇൻട്രം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്താൽ അടുത്ത 5 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം, ഒരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ഈ എമൗണ്ട് അതിനകത്തോട്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് പിന്നെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തതിന് ശേഷം 30 ദിവസത്തിനുള്ളിൽ തന്നെ പേയ്മെൻറ്റ് മേക്ക് ചെയ്തിരിക്കണം. The amount of dividend including interim dividend shall be deposited in a separate account maintained with the scheduled bank within 5 days from the date of declaration. Same point, final dividend. All provisions which are applicable to the payment of dividend shall also apply in case of interim dividend. ബാക്കി എല്ലാം സെയിം. നിങ്ങൾക്ക് എല്ലാം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഫുൾ കവർ ചെയ്തു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചോദിച്ചു, നോ പ്രോബ്ലം, ഐ വിൽ എക്സ്പ്ലെയിൻ ഇറ്റ് ടു യു. താങ്ക് യു.